ഹലോ മ്യൂസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മളിതേ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ കാക്കനാട് പാട്ടുപുരക്കാവ് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഞാനും ഏട്ടനും കുഞ്ഞുട്ടനോടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ ആ വഴി ജോലിക്ക് പോവും. ഞങ്ങൾ തിരിച്ച് ഞാനും കുഞ്ഞുട്ടും വരും. അപ്പോൾ അവന് അംഗൻവാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് എത്തി കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു ജൂൺ 20-ാം തീയതി. അപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു ജിമ്മൊക്കെ ഉണ്ട്. നമ്മുടെ കാക്കനാട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് താഴേക്ക് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞുകൊണ്ട് നടന്ന് വീട്ടിലേക്ക് വരാണ്. അപ്പോൾ ഞങ്ങളിതേ കഥയൊക്കെ പറഞ്ഞ് വീട് എത്താറായിട്ടോ. അപ്പം നമ്മളിതേ അമ്പലത്തിലൊക്കെ തൊഴുത് വന്നു. ഇനി നമ്മുടെ കുഞ്ഞനെ നമ്മൾ അംഗൻവാടി കൊണ്ടുവന്നാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ദേ ആളിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അംഗൻവാടി ചെന്നിട്ട് അവനാക്കിയിട്ട് ബാക്കി വിശേഷം കാണാം. കുഞ്ഞോട്ട എവിടെ പോവാ? അംഗൻവാടി പോവാണോ? വേഗം വരുമോ? വേഗം വരും. ചെപ്പൂട്ടോ. ആ പോവാ. തന്നെ പൊക്കോളൂ? ഒറ്റയ്ക്കോ? ഞാൻ കൊണ്ടുവന്നാക്കാന്നേ. വേഗം ചെരുപ്പിട്ടോ പോവാം. വേഗം ചെരുപ്പിട്ടോ നമുക്ക് പോവാം. അപ്പോൾ ദേ കുഞ്ഞുട്ടും കാര്യമായിട്ടുള്ള റെഡി ആവല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് നമ്മുടെ അംഗൻവാടിയിലേക്ക്. അപ്പോൾ നമുക്ക് മഴ തന്നെ ഉണ്ട്, എന്നാലും വേഗം പോവാം. അങ്ങനെ നമ്മൾ കുഞ്ഞുട്ടൻ്റെ അംഗൻവാടിയിൽ എത്തിയിട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അംഗൻവാടി പോകണം. ആക്കിയ സമയത്ത് ഒരു 3-4 ദിവസം ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ ആൾ നല്ല സെറ്റായി. അവൾ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ആയി. ടീച്ചറായിട്ടാണെങ്കിലും ആൻറ്റി ആയിട്ടൊക്കെ ആൾ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇതാണ് കുഞ്ഞുട്ടൻ്റെ അംഗൻവാടി കേട്ടോ. അങ്ങനെ അവൻ അംഗൻവാടി കൊണ്ടുവന്നാക്കി എൻ്റെ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞു. ഏകദേശം വൈകുന്നേരം ഒരു 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സേമിയ പായസം. അപ്പോൾ എല്ലാ കൊല്ലവും പിറന്നാളിനാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആൾക്ക്. അപ്പോൾ ആൾക്കും നല്ല ഹാപ്പിയാണ് പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കുമ്പോൾ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. അങ്ങനെ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്ത് വന്ന ഏട്ടൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, വേഗം റെഡി ഇറങ്ങി. അപ്പോൾ എന്നാൽ രാത്രി ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അറേബ്യൻ പാലസിൽ പോയിട്ടോ. ഇവിടുത്തെ കുഴിമന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 9:30-9:45 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടിയത് കുറച്ച് കട്ട പോസ്റ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഓർഡർ ചെയ്ത് ഓരോരോ സാധനം പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞുട്ടന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ സത്യം പറഞ്ഞാൽ വീട്ടിലൊരു 9 മണിക്കുള്ളിലൊക്കെ ആൾ ഉറങ്ങാറുണ്ട്. കാരണം അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമാവും, കളിയാവും. അപ്പോൾ അത് കാരണം തന്നെ 9 മണിക്ക് മുമ്പൊക്കെ ആൾ ഉറങ്ങാറുണ്ട്. പിന്നെ അത്യാവശ്യം ലേറ്റായി. അപ്പോൾ ആളെന്നാലും ഉറക്കിപ്പിച്ചാണെങ്കിലും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ ആൾ നല്ല ഉറക്കമായിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കളമശ്ശേരി പോയി നമ്മുടെ കടയിലൊന്ന് കയറി. അപ്പോൾ അമ്മ അവിടെ കട്ടപ്പണിയാണ്. അപ്പോഴാണ് ഞങ്ങൾ സർപ്രൈസായിട്ട് അവിടെ ചെന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അച്ഛൻ എന്തോ കാര്യത്തിന് വീട്ടിലേക്ക് പോയേക്കായിരുന്നു. അങ്ങനെ അമ്മേനെ കണ്ട് തിരിച്ച് നേരെ കാക്കനാടിലേക്ക് വരാൻ കേട്ടോ. കാക്കനാട് നമ്മൾ എത്തിക്കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലെത്തിയിടും. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4-ാം വർഷം നമ്മൾ അടിച്ച് പൊളിച്ചു ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.